In this class, we are going to study about business and different economic systems. ബിസിനസ്സും പലതരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കണക്ഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമേ എക്കണോമിക് സിസ്റ്റം എന്താണെന്ന് നോക്കാം. എക്കണോമിക് സിസ്റ്റം അഥവാ സാമ്പത്തിക വ്യവസ്ഥ. Economic system refers to principles, policies and methods adopted by a nation for utilizing the scarce economic resources for satisfying unlimited wants of people. ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആളുകൾക്ക് ആവശ്യമുള്ള കുറേ അധികം നീഡ്സ് കാണും അല്ലെങ്കിൽ വോൺസ് കാണും. നമുക്ക് ഇന്ന സാധനങ്ങൾ ആവശ്യമുണ്ട് ഡെയിലി ലൈഫിൽ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പല വസ്തുക്കൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള സാധനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സർവീസുകളൊക്കെ ഫോം ചെയ്യാൻ പല പല ബിസിനസ് യൂണിറ്റ്സ് റൺ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഒരു നേഷനിലെ സ്കേഴ്സ് എക്കണോമിക് റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്കാർസിറ്റി എന്നൊക്കെ പറയില്ലേ? കറക്റ്റ് മലയാളം വേർഡ് എനിക്ക് കിട്ടുന്നില്ല. സ്കാർസ് എക്കണോമിക് റിസോഴ്സ് എന്ന് വെച്ചാൽ എക്കണോമിക് റിസോഴ്സുകൾ പലതും നമുക്ക് റിന്യൂബിൾ ഉണ്ടാവും, നോൺ റിന്യൂബിൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്കേഴ്സ് ആയിട്ടുള്ള ലഭിക്കാത്ത കിട്ടാൻ പാടുള്ള ടൈപ്പ് എക്കണോമിക് റിസോഴ്സൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന പല പ്രോഡക്റ്റുകളും കാണും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റും ഉണ്ടാക്കുമ്പോൾ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ നേഷനിൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്, പോളിസീസ്, മെത്തേഡ്സ് അതിനനുസരിച്ച് വേണം ബിസിനസ് റൺ ചെയ്യാൻ. ഈ ടോട്ടൽ സിസ്റ്റത്തിനെയാണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. സോ എക്കണോമിക് സിസ്റ്റം മീൻസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ പ്രിൻസിപ്പിൾസ്, പോളിസീസ് ആൻഡ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ എ നേഷൻ. ഒരു രാജ്യത്ത് അഡോപ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസ്, പോളിസീസ് ആൻഡ് മെത്തേഡ്സ് എന്തിനു വേണ്ടിയിട്ട്? അവിടെയുള്ള സ്കേഴ്സ് റിസോഴ്സുകളെ ഉപയോഗിച്ച് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എക്കണോമിക് സിസ്റ്റം. സോ ഇറ്റ് ഈസ് ദ വേ ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എക്കണോമി. സോ ഒരു എക്കണോമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസിന് ഉണ്ടാക്കാൻ വേണ്ടി, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഇതെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് എക്കണോമിക് സിസ്റ്റം. It is necessary to give a proper direction in the use and allocation of scarce resources in a country, because in the absence of economic system it may lead to misuse, wastage, underutilization or overutilization of scarce resources of a nation. നമ്മൾ അങ്ങനെ യാതൊരു വ്യവസ്ഥയും വെച്ചിട്ടില്ല, ഒരു കണ്ടീഷനും വെച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന റിസോഴ്സുകളുടെ യൂട്ടിലൈസേഷൻ പല രീതിയിലായി പോവും. ചിലപ്പോൾ ഓവർ യൂസേജ് ആവും, അല്ലെങ്കിൽ അണ്ടർ യൂസേജ് ആകും, മേ ബി മിസ്യൂസേജ് ഉണ്ടാവാം, വേസ്റ്റേജ് ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ റിസോഴ്സ് വേസ്റ്റായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു എക്കണോമിക് സിസ്റ്റം എല്ലാ രാജ്യത്തും ഉണ്ടായിരിക്കുക എന്നത് അനിവാര്യമാണ്. ഇൻ ഓർഡർ ടു give a proper direction in the use and allocation of scarce resources. Then it may also result in concentration of economic power in few people. മറ്റൊരു കാരണം പറയുന്നത്, ഒരു എക്കണോമിക് സിസ്റ്റം ഇല്ലെങ്കിൽ വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രം രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എക്കണോമിക് പവർ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മൾ ഹിറ്റ്ലറിനെയൊക്കെ പറയത്തില്ലേ? ഹിറ്റ്ലർ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ആ രാജ്യത്തെ മൊത്തവും കാര്യം പുള്ളി ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ ഒരു പക്ഷേ ഇങ്ങനൊരു സിസ്റ്റം ഇല്ലെങ്കിൽ, ഒരു എക്കണോമിക് സിസ്റ്റം പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നില്ലെങ്കിൽ രാജ്യത്ത് കുറച്ച് ബിസിനസ്മെൻ മാത്രം നല്ല രീതിയിൽ വളരും. എന്നിട്ട് അവരുടെ കൺട്രോളിലായിരിക്കും രാജ്യത്തെ എല്ലാ ബിസിനസ്സും. ആ ഒരു രീതിയിലൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. A balanced economic system is necessary to avoid these evils in an economy. ഈ പറഞ്ഞ പോരായ്മകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനായിട്ട് ഒരു നല്ല ബാലൻസ്ഡ് എക്കണോമിക് സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെ ഈ പറഞ്ഞ ഇവിൽസ്? ഒന്ന് മിസ്യൂസ് അല്ലെങ്കിൽ വേസ്റ്റേജ്,
അണ്ടർ യൂട്ടിലൈസേഷൻ ഓർ ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. പിന്നെ പറഞ്ഞത് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ വിത്ത് ഫ്യൂ പീപ്പിൾ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഇവിൽസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ. ഈ എക്കണോമിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 4 തിയറീസ് ഉണ്ട്. തിയറീസ് ഓഫ് എക്കണോമിക് സിസ്റ്റം. ആ തിയറീസാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, മിക്സഡ് എക്കണോമി. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത വേറൊരു ടോപ്പിക്ക് കൂടെ വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റമാണ്. തെറ്റിപ്പോകരുത് തമ്മിൽ. ഇപ്പം നമ്മൾ പറയുന്നത് തിയറീസ് ഓഫ് എക്കണോമിക് സിസ്റ്റം. തിയറീസ് ഓഫ് എക്കണോമിക് സിസ്റ്റത്തിൽ ആദ്യത്തേതാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ആൻ എക്കണോമി. ഒരു എക്കണോമിയിൽ പ്രൈവറ്റ് ഓണർഷിപ്പിനും പാർട്ടിസിപ്പേഷനും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു തിയറിയാണ് ക്യാപിറ്റലിസം. പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കില്ല, ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലായിരിക്കും ബിസിനസ്സിൻ്റെ ഓണർഷിപ്സ് ഉള്ളത്. അതുപോലെ അവരായിരിക്കും എക്കണോമിയിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ മെൻറ്റ് ഫോർ പ്രൈവറ്റ് യൂട്ടിലൈസേഷൻ. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ അവിടെ വേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 4Ms അല്ലെ 5Ms എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി. മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി. ചിലർ മെത്തേഡ്സ് കൂടെ പറയും. നമുക്ക് മെയിനായിട്ട് 4 മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി. മെൻ എന്ന് വെച്ചാൽ അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. മെറ്റീരിയൽ എന്ന് വെച്ചാൽ അവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം വരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയും, റോ മെറ്റീരിയൽസ് അഥവാ മെറ്റീരിയൽസ്. ദെൻ മെഷീൻ, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ, ആ ബിസിനസ് റൺ ചെയ്യാൻ കുറേ മെഷീൻസും എക്യുപ്മെൻസും ആവശ്യം വരും, അത്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മണി. പൈസ ഇല്ലാത്ത ഒരു ബിസിനസ്സും റൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് 4. ഇതെല്ലാം പ്രൈവറ്റ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടായിരിക്കും ആ രാജ്യത്ത് ഉപയോഗിക്കുന്നത് ക്യാപിറ്റലിസം ആണെങ്കിൽ. അതുപോലെ തന്നെ സപ്ലൈ, ഡിമാൻഡ്, പ്രൈസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ആൻ എക്കണോമി ആർ ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഡെസിഷൻസ്. പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും അവിടെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ സപ്ലൈയും ഡിമാൻഡും പ്രൈസും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ ഗവൺമെൻറ് ആയിരിക്കത്തില്ല പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നതോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതോ ഒക്കെ. ദെൻ ഇറ്റ് ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റലിസം. An economic system following the principles of capitalism is considered as a free economy having no control of the government. ഇങ്ങനെയുള്ള ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്ന എക്കണോമിയെ നമുക്ക് ഫ്രീ എക്കണോമി എന്ന് പറയാം. വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫ്രീ എക്കണോമി. വൈ? ബിക്കോസ് അവിടെ ഗവൺമെൻറ്റിന് യാതൊരു കൺട്രോളും ഇല്ല. ഈ പറഞ്ഞ സപ്ലൈയിലോ ഡിമാൻഡിലോ പ്രൈസിലോ ഇൻവെസ്റ്റ്മെൻറ്റിലോ ഒന്നും ഗവൺമെൻറ്റിന് യാതൊരു റോളും ഇല്ല, ഒരു കൺട്രോളും ഇല്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഫ്രീ എക്കണോമി. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ്, the market of a capitalist economy is regulated by the demand and supply forces. അപ്പോൾ ഒരു ക്യാപിറ്റലിസം ഉള്ള എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ അവിടെ എപ്പോഴും റെഗുലേഷൻ നടക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് വെച്ചിട്ടായിരിക്കും. ഡിമാൻഡ് കൂടിയാൽ സപ്ലൈ മേ ബി കുറയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സപ്ലൈ കൂടിയാൽ അങ്ങനെ പഠിക്കാം, അതായിരിക്കും ബെറ്റർ. സപ്ലൈ കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറയും, സപ്ലൈ കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടും. അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നതും യൂട്ടിലൈസ് ചെയ്യുന്നതും ഒക്കെ. ഇതാണ് ആദ്യത്തെ തിയറി. ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് ക്യാപിറ്റലിസം ആണ്. ഒന്നുകൂടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറയാം. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് ഓണർഷിപ്പാണ്, അതുപോലെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ എക്കണോമിയാണ്. അവിടുത്തെ എല്ലാ ഫോഴ്സുകളും സപ്ലൈ, ഡിമാൻഡ്, പ്രൈസ്, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് ഡെസിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായ മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണി അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്
പ്രൈവറ്റ് ഓർഗനൈസേഷനാണ് പ്രൈവറ്റ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട്. പിന്നെ ഈ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിനെ അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്ന നേഷനെ നമുക്ക് ഫ്രീ എക്കണോമി എന്ന് പറയാം, ബിക്കോസ് ദർ ഇസ് നോ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓവർ ദെയർ. പിന്നെ ദ എക്കണോമി ഈസ് റെഗുലേറ്റഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ്. ഇത്രയുമാണ് ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ്. രണ്ടാമത്തെ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ തിയറിയാണ് സോഷ്യലിസം. സോഷ്യലിസം മീൻസ് കോമൺ പബ്ലിക് ഓണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓണർഷിപ്പ്. പൊതുവായിട്ടുള്ള ഒരു പബ്ലിക് ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു നേഷൻ്റെ, സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നേഷൻ്റെ ഓണർഷിപ്പിലായിരിക്കും ബിസിനസ് റൺ ചെയ്യുന്നത്. പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കത്തില്ല. ഓക്കെ, ഇവിടെ കോപ്പറേറ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ഡൺ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത് കോപ്പറേറ്റീവ് യൂട്ടിലൈസേഷൻ ആയിരിക്കും. എല്ലാവരും കൂടെ ചേർന്നെടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഡിസിഷൻ അനുസരിച്ച്, അതും അല്ലെങ്കിൽ കോമൺ പബ്ലിക് ഓണർഷിപ്പിനെ ബേസ് ചെയ്തൊക്കെ ആയിരിക്കും ഈ മെയിൻ മെറ്റീരിയൽ, മെഷീൻ, മണിയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. Then the production is carried out by the public association of producers on the basis of coordinated planning and investment decisions. ഒരു പാർട്ടി ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു കമ്പനി ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നില്ല, പകരം ഒരേ ഫീൽഡിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന് ഒരുമിച്ച് തീരുമാനം എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജിയോ എന്ന് പറയുന്നൊരു കമ്പനി നമുക്ക് ഈയിടയ്ക്കല്ല കുറച്ച് നാളായി ജിയോ എന്ന് പറഞ്ഞ് ഇപ്പോൾ നെറ്റ്വർക്ക് ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ജിയോയ്ക്ക് മുന്നേ നമുക്കുണ്ടായിരുന്ന മൊബൈൽ നെറ്റ്വർക്ക്സ് ഏതൊക്കെയായിരുന്നു? എയർടെൽ, BSNL, ഐഡിയ, വോഡാഫോൺ അല്ലേ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ജിയോ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ഏത് ടൈപ്പ് വരും? ക്യാപിറ്റലിസം തിയറിയിൽ ഫോളോ ചെയ്യും. അതേസമയം ഈ പറഞ്ഞ എല്ലാ നെറ്റ്വർക്കുകളുടെയും അല്ലെങ്കിൽ എല്ലാ കമ്പനികളും ചേർന്നൊരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അസോസിയേഷൻ മീറ്റിങ്ങിൽ ഒരു കോമൺ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിനനുസരിച്ചാണ് എല്ലാവരും ഡേറ്റയ്ക്ക് ചാർജ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മന്ത്ലി മൊബൈൽ പ്ലാൻസിന്, ഡേറ്റ പ്ലാൻസിന് ചാർജ് ചെയ്യുകയും അവർ തീരുമാനങ്ങൾ എടുക്കുന്നതും എങ്കിൽ അത് ഏത് ടൈപ്പിൽ വരും? സോഷ്യലിസത്തിൽ വരും. അപ്പോൾ സോഷ്യലിസത്തിലെന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ചേർന്നൊരു പബ്ലിക് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ആ അസോസിയേഷനിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കും പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ എടുക്കുന്നത്. ഇവിടുത്തെ അടുത്തൊരു പോയിൻ്റ്, സോഷ്യലിസത്തിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആസ് വെൽ ആസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഓൾ ആർ സബ്ജക്റ്റഡ് ടു സോഷ്യൽ കൺട്രോൾ. പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഒറ്റയ്ക്ക് ഒരാൾക്ക് ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുത്ത് അവരുടെ പ്രോപ്പർട്ടി എടുത്ത് വിൽക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതെല്ലാം ചെറിയ രീതിയിലെങ്കിലും സോഷ്യൽ കൺട്രോളിലായിരിക്കും. അതാണ് സോഷ്യലിസം. ഓക്കെ, തേർഡ് തിയറി എന്ന് പറയുന്നത് കമ്മ്യൂണിസം. The theory of communism envisages a classless society which is free from all types of discrimination. എല്ലാ വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനിൽ നിന്നും അല്ലെങ്കിൽ വേർതിരിവുകളിൽ നിന്നും ഒരു മാറ്റം വരുന്നതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. എൻവിസേജ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, മീൻസ് എന്നോ വിഭാവനം ചെയ്യുന്നു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കമ്മ്യൂണിസം മീൻസ് എ ക്ലാസ്ലെസ് സൊസൈറ്റി വിച്ച് ഇസ് ഫ്രീ ഫ്രം ഓൾ ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഒരു ക്ലാസ് വ്യത്യാസമില്ല, ഹൈ ക്ലാസ്, ലോ ക്ലാസ്, മിഡിൽ ക്ലാസ് അങ്ങനത്തെ വ്യത്യാസമൊന്നും ഇല്ലാത്ത ഒരു സൊസൈറ്റി, യാതൊരു വേർതിരിവുകളും അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഉള്ള എല്ലാവരും ഈക്വൽ ആയിട്ടുള്ളൊരു എക്കണോമി സിസ്റ്റമാണ് കമ്മ്യൂണിസം. ഇറ്റ് സ്ട്രൈവ്സ് ടു അറ്റൈൻ ആൻ egalitarian classless and stateless society based on common ownership and control of the means of production and property. എഗലറ്റേറിയൻ എന്ന് വെച്ചാൽ ഇക്വാളിറ്റി എന്നാണ് കേട്ടോ അർത്ഥം, സമത്വം അഥവാ ഇക്വാളിറ്റി. അപ്പോൾ കമ്മ്യൂണിസത്തിൽ നോക്കുന്നത് ക്ലാസ്ലെസ് ആസ് വെൽ ആസ് സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ഒരു നല്ല സൊസൈറ്റി, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇക്വാളിറ്റി കൊടുക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ ഓണർഷിപ്പും കൺട്രോളും ഒക്കെയുള്ള, പ്രൊഡക്ഷനും പ്രോപ്പർട്ടിയിലും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ കൺട്രോളുണ്ട്, അതുപോലെ ഒരുപോലെ ഓണർഷിപ്പ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ഇക്വാളിറ്റി ഉള്ള സിസ്റ്റമാണ് കമ്മ്യൂണിസം. ഇവിടുത്തെ ഡിസിഷൻസ് എടുക്കുന്നത്
കളക്റ്റീവായിട്ട് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കും. അവിടെയുള്ള പീപ്പിളിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും താല്പര്യപ്രകാരം എല്ലാവർക്കും നല്ലത് വരുന്ന രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും ഇവിടെ എടുക്കുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് പ്രോലിറ്റേറിയേറ്റ് ഓർ ദ വർക്കിംഗ് ക്ലാസ്. കമ്മ്യൂണിസം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്താ മനസ്സിൽ വരുന്നത്? വർക്കിംഗ് ക്ലാസ് എന്നൊരു മീനിങ് അല്ലേ വരുന്നത്. ജോലി ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ജനവിഭാഗം എന്നൊക്കെ പറയത്തില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ പഴയ മുദ്രാവാക്യം. പഴയതല്ല, ശരിക്കുള്ള മുദ്രാവാക്യം അങ്ങനെയല്ലേ പറയുക. അപ്പോൾ അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന തിയറി നിൽക്കുന്നത് തന്നെ വർക്കിംഗ് ക്ലാസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ബിസിനസ്സും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കരുത്, മറിച്ച് അവിടുത്തെ വർക്കേഴ്സിന് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിൾസ് സ്ട്രോങ്ലി കണ്ടം പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് എന്നൊരു കാര്യത്തിനെ ശരിക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് കമ്മ്യൂണിസം പ്രിൻസിപ്പിൾ. കമ്മ്യൂണിസം പ്രിൻസിപ്പിൾ ഇസ് സ്ട്രോങ്ലി എഗെയിൻസ്റ്റ് ദ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ, അതിനെതിരാണ്. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് പവർ ആൻഡ് വെൽത്ത്. അധികാരത്തിൻ്റെയോ പണത്തിൻ്റെയോ ഒന്നും ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ഒരു പ്രൈവറ്റ് സെക്ടേഴ്സിനെയും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വ്യക്തികളെയും അനുവദിക്കത്തില്ല കമ്മ്യൂണിസത്തിൽ. അതുപോലെ കുറച്ചു പേരുടെ കയ്യിൽ മാത്രം പവർ വരുന്നു അല്ലെങ്കിൽ കുറച്ചു പേരുടെ കയ്യിൽ മാത്രം ധനം വരുന്നു, വെൽത്ത് വരുന്നു, ഇതൊന്നും കമ്മ്യൂണിസത്തിൽ നമ്മൾ കൊടുക്കുന്നതല്ല, അലോ ചെയ്യുന്നതല്ല. അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് ഓൾ അതർ റിസോഴ്സസ് ആർ കോമൺലി ഓൺഡ് ആൻഡ് കൺട്രോൾഡ്. ആ രാജ്യത്തുള്ള എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, മെറ്റീരിയൽസ്, മെഷീൻ, മണി എന്നൊക്കെ പറയുന്നത് ഒരാളുടെ കയ്യിൽ മാത്രം വെക്കാൻ പറ്റില്ല. എല്ലാവർക്കും അതിൽ ഈക്വൽ ആയിട്ടുള്ള കൺട്രോൾ ആയിരിക്കും ഉണ്ടാവുക. ദെൻ the major objective of the communism is to build a society in which there is no distinction as well as discrimination and the people are treated equally. യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ വേർതിരിവുകളുമില്ലാതെ എല്ലാ ആൾക്കാരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി, അതാണ് കമ്മ്യൂണിസത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അങ്ങനെ ഒരു സൊസൈറ്റി വാർത്തെടുക്കുക എന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ ഒബ്ജക്റ്റീവ്. ദെൻ ലാസ്റ്റ് തിയറി, നാലാമത്തെ തിയറി, മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the combination of the principles of both capitalism and socialism. ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ആദ്യം പഠിച്ച രണ്ട് തിയറീസ്, ആ രണ്ട് തിയറീസിൻ്റെയും കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഈ രണ്ട് തിയറീസിൻ്റെയും നല്ല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു പുതിയ തിയറിയാണ് മിക്സ്ഡ് എക്കണോമി. ഇവിടെ the private participation in the production and distribution of goods and services പെർമിറ്റ് ചെയ്യുന്നു. മിക്സഡ് എക്കണോമിയിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സിനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കോമൺ പബ്ലിക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓണർഷിപ്പിൻ്റെ ആ ഒരു ഫാക്ടറും ഇവിടെ കയറി വരും. Both the private sector as well as the state takes part in the ownership and utilization of means of production. അതാണ് പ്രത്യേകത. പ്രൈവറ്റ് സെക്ടറും അതുപോലെ ഗവൺമെൻറ് സെക്ടറും അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്ടറും സ്റ്റേറ്റ് ഓണർഷിപ്പും ഒരുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവിടുത്തെ ഫാക്ടേഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ, അതുപോലെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യാനൊക്കെ രണ്ട് കൂട്ടരും ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ മാത്രം കയ്യിലുമല്ല, രണ്ടുപേരും കൂടെ ചേർന്നായിരിക്കും അവിടുത്തെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും മാനേജ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇതാണ് മിക്സഡ് എക്കണോമി. പൊതുവേ നമ്മൾ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് എക്കണോമി എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ തിയറീസ്. 4 തിയറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്: ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം ആൻഡ് മിക്സഡ് എക്കണോമി. ദെൻ അടുത്ത ഹെഡിങ് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക്
ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം. തിയറീസും ടൈപ്സും തമ്മിൽ തെറ്റിപ്പോകരുത്. ചിലത് ഏകദേശം ഒരുപോലെയാണ്, ബട്ട് സ്റ്റിൽ വ്യത്യാസമുണ്ട്, തെറ്റരുത്. നേരത്തെ പറഞ്ഞത് തിയറിയാണ്. നൗ വി ആർ സേയിങ് അബൌട്ട് ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ്. 3 ടൈപ്സാണ് എക്കണോമിക് സിസ്റ്റം ഉള്ളത്. ഫസ്റ്റ് വൺ, socialist economy or command or planned economy. Second one, market or free market economy or capitalist economy. And third one, mixed economy. നേരത്തെ സോഷ്യലിസം എന്ന് പഠിച്ചു, ഇവിടെ സോഷ്യലിസ്റ്റ് എക്കണോമി. അവിടെ ക്യാപിറ്റലിസം എന്ന് പഠിച്ചു, ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ദെൻ മിക്സഡ് എക്കണോമി എന്ന് പഠിച്ചു, ഇവിടെ മിക്സ്ഡ് എക്കണോമി തന്നെ. പക്ഷേ കമ്മ്യൂണിസം പഠിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് എക്കണോമി എന്നൊരു സംഭവം ഇല്ല കേട്ടോ, അത് തെറ്റിപ്പോവല്ലേ. ബാക്കി 3 തിയറീസ് വെച്ചിട്ടും നമുക്ക് എക്കണോമി ഉണ്ട്, ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഉണ്ട്. അതിൽ ആദ്യത്തേത് മാത്രം ഇന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കമാൻഡ് എക്കണോമി. കമാൻഡ് എക്കണോമി ഈസ് ഓൾസോ നോൺ ആസ് പ്ലാൻഡ് എക്കണോമി ഓർ സോഷ്യലിസ്റ്റ് എക്കണോമി ബിക്കോസ് ഇറ്റ് ഫോളോസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറയുന്ന തിയറിയുടെ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമാൻഡ് എക്കണോമി അല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമിനെ സോഷ്യലിസ്റ്റ് എക്കണോമി എന്നും പറയും. Here, the national government formulates all the decisions regarding production, distribution and consumption of goods and services. ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സർവീസ് കൊടുക്കണം, അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കുന്നത്. എവിടെ? സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ. സോഷ്യലിസത്തിൽ നമ്മൾ പഠിച്ചത് അങ്ങനെയല്ലേ, കോമൺ പബ്ലിക് ഓണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓണർഷിപ്പ് ഉണ്ടാവും എന്ന്. അതേ ഫാക്ടറാണ്, ആ തിയറി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെ കൺസ്യൂം ചെയ്യണം, അതെല്ലാം നാഷണൽ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്ത് ഗവൺമെൻറ് പറയുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റേറ്റ് പറയുന്നത് പോലെ വേണം ചെയ്യാൻ. ഒരു പക്ഷേ ഇവിടെ കുറച്ച് പ്രൈവറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ് കമ്പൈൻഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം, കോ എക്സിസ്റ്റ് ചെയ്യാം. ബട്ട് ഗവൺമെൻറ് സ്ട്രിക്ട്ലി മോണിറ്റേഴ്സ് ഓൾ ദ ഫങ്ഷനിങ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ്. എന്ന് വെച്ചാൽ പ്രൈവറ്റായിട്ട് ഒരു സ്ഥാപനവും ഇല്ലെന്നല്ല. ഈ പറയുന്ന രാജ്യങ്ങളിൽ കമാൻഡ് എക്കണോമി അല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമിയിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻസ് ആയിരിക്കും കൂടുതൽ, കുറച്ച് പ്രൈവറ്റ് ബിസിനസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷനും ഉണ്ടാവും. എന്നാൽ പോലും കണ്ണുമടച്ച് പ്രൈവറ്റ് സെക്ടറിനെ അങ്ങ് വിടത്തില്ല. പകരം എന്ത് ചെയ്യും, ഗവൺമെൻറ്റിന് ഒരു സ്ട്രിക്റ്റ് കൺട്രോള് ഈ പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ മേലുണ്ടാവും. അവരെന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ സ്ട്രിക്ട്ലി മോണിറ്റർ ചെയ്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ശാസിച്ച് ഗവൺമെൻറ് പറയുന്ന പോലെ മാറ്റി ഒക്കെയായിരിക്കും വർക്കിംഗ് ചെയ്യേണ്ടത്. അതിന് എക്സാമ്പിളാണ് ക്യൂബ, ലിബിയ, സൗദി അറേബ്യ, ഇറാൻ, നോർത്ത് കൊറിയ, ബർമ എക്സെട്ര. ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ കമാൻഡ് എക്കണോമി അല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമിക് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമിയിൽ ഇൻഡിവിജ്വൽ നീഡ്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പകരം സൊസൈറ്റിയുടെ ഹോൾ നീഡ്സിനാണ്. ഒരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രോഡക്റ്റോ സർവീസോ ഒക്കെ ഉണ്ടാക്കുന്നത് കമ്പൈൻഡ് ആയിട്ട് ആ രാജ്യത്തെ ആൾക്കാർക്ക് എന്താണ് വേണ്ടത്, ഏത് ടൈപ്പ് പ്രോഡക്റ്റാണ് വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ വേണം, അതിനനുസരിച്ചായിരിക്കും പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നത്. അവിടുത്തെ വർക്കേഴ്സ് എല്ലാവരും ഈ പറയുന്ന സോഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, റാദർ ദാൻ കോൺസെൻട്രേറ്റിംഗ് ഓൺ പേഴ്സണൽ ഓർ സെൽഫ് ഇൻട്രസ്റ്റ്. Then it totally disregards the profit motives of individuals. പ്രോഫിറ്റ് എന്നൊരു മോട്ടീവിനേക്കാളും കൂടുതലായിട്ട് സർവീസ് എന്ന് പറയുന്ന മോട്ടീവാണ് ഇവിടെ കൂടുതൽ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള മെൻ, മെറ്റീരിയൽ, മെഷീൻ, മണിയിലൊക്കെ ഗവൺമെൻറ്റിനാണ് കൂടുതൽ കൺട്രോൾ ഉള്ളത്. ദെൻ ഇവിടുത്തെ എല്ലാ വാല്യൂസും അല്ലെങ്കിൽ ടാക്സുകൾ, കാര്യങ്ങൾ എല്ലാം ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്. കുറച്ച് പേരുടെ കയ്യിൽ മാത്രം വെൽത്ത് വരുന്നത്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എമംഗ് സർട്ടൈൻ പീപ്പിൾ, അത് ടോട്ടലി എഗെയിൻസ്റ്റ് ആണ്
ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എക്കണോമി. കുറച്ചു പേരുടെ കയ്യിൽ മാത്രമായിട്ട് വെൽത്ത് വരുന്നത് തടയുന്നു. Then the major objective of a planned economy is equal distribution of wealth and resources. ഈ പറയുന്ന സമ്പത്ത് അതുപോലെ തന്നെ റിസോഴ്സുകൾ ഒരാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ സൊസൈറ്റിക്ക് മൊത്തമായിട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ് സോഷ്യലിസത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ മേജർ ഒബ്ജക്റ്റീവ്. Now comes features of planned economy. പ്ലാൻഡ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഇത് സ്റ്റേറ്റ് ആൻഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓൺഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് എക്കണോമിയാണ്. അവിടുത്തെ എല്ലാ തീരുമാനങ്ങളും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസെപ്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ഗവൺമെൻറ് ആണ്. ഇൻഡിവിജ്വൽ നീഡ്സിനേക്കാൾ കൂടുതൽ സൊസൈറ്റിയുടെ നീഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെൽഫ് ഇൻട്രസ്റ്റിനേക്കാളും നാഷണൽ ഇൻട്രസ്റ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അവിടുത്തെ വർക്കേഴ്സ്. ഡിവിഷൻ ഓഫ് ലേബർ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ വർക്ക്, ടാസ്ക് ആൻഡ് വർക്ക് പ്രോസസ് ഇസ് ആബ്സെൻറ്റ് ഇൻ പ്ലാൻഡ് എക്കണോമി. പ്ലാൻഡ് എക്കണോമിയിൽ ഈ പറഞ്ഞ ഡിവിഷൻ ഓഫ് ലേബർ ഡിവിഷൻസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. Then it totally disregards the profit motives of individuals. ഇൻഡിവിജ്വൽസിൻ്റെ ലാഭം ഉണ്ടാക്കണം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്ന മോട്ടീവിനെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല, അത് കാര്യമാക്കുന്നില്ല. പകരം സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൺട്രോൾ ഗവൺമെൻറ്റിനാണുള്ളത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്ന റിവാർഡ്സ് ലൈക്ക് എന്തെങ്കിലും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇതൊക്കെ പേ ചെയ്യുന്നത് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കാൻ പറ്റില്ല. റിവാർഡ്സ് കൊടുക്കുന്നത് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനനുസരിച്ചായിരിക്കും. പിന്നെ 2 പോയിൻറ്റ്സ് കൂടെ ഉണ്ടായിരുന്നു. ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് എമംഗ് ഇൻഡിവിജ്വൽസ് ഓർ ഫ്യൂ സെക്ടേഴ്സ് ഓഫ് എക്കണോമി. കുറച്ച് പേരുടെ കയ്യിൽ മാത്രം ധനം കൂടാൻ ഇവിടെ സമ്മതിക്കത്തില്ല, പെർമിറ്റ് ചെയ്യത്തില്ല. Then last one, market oriented innovations for earning profits are absent in a planned economy. പ്ലാൻഡ് എക്കണോമിയിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഡിസിഷൻസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കമ്പനീസിൻ്റെ ഡിസിഷൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പുതിയ മാർക്കറ്റ് ഓറിയൻറ്റഡ് ഇന്നൊവേഷൻസ് കുറവാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ സാധാരണ എല്ലാവരും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക. ഇപ്പം നമ്മൾ സാധാരണ സ്കൂൾ തുറക്കുന്ന സീസൺ ആകുമ്പോൾ കാണാറുണ്ട്, ടി വിയിലോ പത്രത്തിലോ എപ്പോഴും പരസ്യം കാണും. ജോൺസ് ഒരു പുതിയ കുട ഇറക്കിയാൽ അതിനെ വെല്ലുന്ന രീതിയിൽ പോപ്പി വേറൊരു കുട അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഫീച്ചറുള്ളൊരു കുട എല്ലാ വർഷവും പോപ്പി ഇറക്കും. അപ്പോൾ അവർ തമ്മിൽ ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. കാര്യം പ്രോഫിറ്റ് മോട്ടീവ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും പുതിയ മാർക്കറ്റ് ഇന്നൊവേഷൻ കൊണ്ടുവരും എല്ലാ കൊല്ലവും. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് എല്ലാം. പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു മോട്ടീവേ ഇല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ഇന്നൊവേഷൻസ് കുറവായിരിക്കും അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഇത്രയുമാണ് പ്ലാൻഡ് എക്കണോമിയുടെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് 2 കൂടെ നോക്കാനുണ്ട്. മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആൻഡ് മിക്സഡ് എക്കണോമി. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നോട്ട് എഴുതി വെക്കാൻ നേരത്ത് ഫുള്ളായിട്ടൊന്നും എഴുതി വെക്കേണ്ട. ഇപ്പോൾ തിയറീസ് നമ്മൾ ആദ്യം നോക്കിയത് എക്കണോമിക് സിസ്റ്റം എന്താണെന്നാണ്. അപ്പോൾ എക്കണോമിക് സിസ്റ്റം എന്ന ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ദെൻ തിയറീസ് ഓഫ് എക്കണോമിക് സിസ്റ്റം കൊടുക്കുക. അതിൻ്റെ ടൈപ്സ് എന്ന ഹൈഫൺ ഇട്ടിട്ട് 4 പേരൊന്ന് എഴുതുക. ദെൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. ക്യാപിറ്റലിസം എന്താണ്, സോഷ്യലിസം എന്താണ്, കമ്മ്യൂണിസം എന്താണ്, മിക്സ്ഡ് എക്കണോമി എന്താണ്. അത് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യേണ്ട, ഒരു 2-3 സെൻറ്റൻസിൽ നിൽക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദെൻ ആഫ്റ്റർ ദാറ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം. ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം 3 ഉണ്ട്. അതൊരു ചാർട്ട് പോലെ ജസ്റ്റ് വരച്ചു വയ്ക്കുക 3 പേര്. ആഫ്റ്റർ ദാറ്റ് ആദ്യത്തത് പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ കമാൻഡ് എക്കണോമി, അതും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി. ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ആ ഫുൾ പാരഗ്രാഫ് എഴുതാൻ നിൽക്കേണ്ട, പകരം ഫീച്ചേഴ്സ് എഴുതിയാലും മതി. കാര്യം ഈ ഫീച്ചേഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പാരഗ്രാഫിലും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. കഴിവതും പോയിൻ്റ് വൈസ് ഈ വലിച്ചു വാരി കുറേ പാരഗ്രാഫ്സ് ആയിട്ട് എഴുതാതെ
പോയിൻ്റായിട്ട് എഴുതിയാൽ പിന്നീട് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ നോട്ട് എല്ലാ ദിവസത്തെയും പോലെ എഴുതി വാട്സപ്പ് ഗ്രൂപ്പിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.